ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെം ബികോമിലെ ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് ഇൻകം ടാക്സ് കളക്ഷൻ, അതായത് ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്ന മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു 5 മെത്തേഡ്സ് പറയുന്നുണ്ട്. ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ സെൽഫ് അസസ്മെൻറ്റ്, നോട്ടീസ് ഓൺ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് അഥവാ TDS. ഓക്കെ, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, അതായത് നമ്മുടെ നമുക്ക് കിട്ടുന്ന ഇൻകം കിട്ടുന്ന ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ, ആ സോഴ്സിൽ നിന്ന് തന്നെ ഇൻകം എടുക്കുക അവർ ഗവൺമെൻറ്, എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് നമുക്ക് തരിക. അതാണ് ഇത് പറയുന്നത്, ഈ ഒരു ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, ബാക്കിയുള്ളതൊന്നും നമുക്ക് പഠിക്കാനില്ല, ഇത് മാത്രമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അഥവാ TDS. ഇറ്റ് ഈസ് എ കൺവീനിയൻറ്റ് മെത്തേഡ് ഓഫ് ടാക്സ് കളക്ഷൻ. ടാക്സ് കളക്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഇത് പറയുന്നത്, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ടാക്സ് അടയ്ക്കാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ ലോട്ടറി അടിച്ച എമൗണ്ട് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും കൊടുക്കുക, ആദ്യം ടാക്സ് എമൗണ്ട് ഗവൺമെൻറ് ഓൾറെഡി അങ്ങോട്ട് എടുക്കും, എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് മാത്രമായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ എംപ്ലോയിയുടെ കേസ് പറയുകയാണെങ്കിൽ, എംപ്ലോയിക്ക് സാലറി കൊടുക്കുമ്പോൾ നമ്മൾ ടാക്സ് എമൗണ്ട് കിഴിച്ചിട്ടായിരിക്കും എംപ്ലോയർ സാലറി എമൗണ്ട് എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുക. എന്നിട്ട് എംപ്ലോയർ എന്തടയ്ക്കും, ടാക്സ് അടയ്ക്കും. സെൻട്രൽ ഗവൺമെൻറ്റിക്ക് ടാക്സ് അടയ്ക്കുന്നത് ആരായിരിക്കും, നമ്മുടെ എംപ്ലോയർ ആയിരിക്കും. ഓക്കെ, അതാണ് ആ സോഴ്സിൽ നിന്ന് തന്നെ അവരെന്തെടുക്കുക, ആ ഒരു ടാക്സ് എമൗണ്ട് എടുക്കുക, എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് അവർക്ക് കൊടുക്കുക, ഒരു അസസിക്ക് കൊടുക്കുക. ഓക്കെ, ഇറ്റ് ഈസ് എ കൺവീനിയൻറ്റ് മെത്തേഡ് ഓഫ് ടാക്സ് കളക്ഷൻ. A responsible person making payment of certain incomes is legally bound to deduct the tax on such income at the prescribed rate. ആ ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റ്സിൽ തന്നെ അവരെന്ത് ചെയ്യും, ആ ഇൻകംസിൽ നിന്ന് അവർക്ക് അവരുടെ ടാക്സ് എടുക്കും, എന്നിട്ട് ആ ടാക്സ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് അടയ്ക്കും, എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യും. The amount so deducted at source shall be deposited to the government within the prescribed limit. ആ വരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അത് സോഴ്സിൽ നിന്ന് എടുത്തിട്ട് അത് എവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം, ഗവൺമെൻറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യണം വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ്. പ്രിസ്ക്രൈബ്ഡ് ഒരു ടൈം, നിശ്ചിതമായിട്ടുള്ളൊരു സമയപരിധി ഉണ്ടായിരിക്കും. ആ സമയപരിധിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു സോഴ്സിൽ നിന്ന് എടുത്ത ആ എമൗണ്ട് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ എംപ്ലോയറും എംപ്ലോയിയുടെ കേസാണെന്നുണ്ടെങ്കിൽ, എംപ്ലോയിക്ക് സാലറി എംപ്ലോയർ കൊടുക്കുമ്പോൾ ആ സാലറിയിൽ നിന്നും ടാക്സിൻ്റെ എമൗണ്ട് കിഴിച്ചിട്ടായിരിക്കും എംപ്ലോയർ സാലറി എമൗണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതാണ് ആ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ അവിടെ ആരാ റെസ്പോൺസിബിൾ പേഴ്സൺ പറയുന്നത്, നമ്മുടെ എംപ്ലോയറാണ്. ഓക്കെ, അങ്ങനെ ആ എടുത്ത എമൗണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഗവൺമെൻറ്റിലോട്ട് എന്തടയ്ക്കണം, അത് പേ ചെയ്യണം എന്നാണ് പറയുന്നത്. ദ എമൗണ്ട് സോ ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഷാൾ ബി ഡെപ്പോസിറ്റഡ് ടു ദ ഗവൺമെൻറ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ഓക്കെ, ദ ടാക്സ് സോ ഡിഡക്റ്റഡ് ഈസ് കോൾഡ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ആ സോഴ്സിൽ നിന്ന് തന്നെ ആ ഒരു ടാക്സ് എന്താ ചെയ്യുകയാണ്, ഡിഡക്റ്റ് ചെയ്യാണ്. ഓക്കെ, അതാണ് TDS എന്ന് പറയുന്നത്. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, വാട്ട് ഈസ് TDS എന്ന് ചോദിച്ചിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഇൻകംസ് വിച്ച് ആപ്ലിക്കബിൾ TDS ആപ്ലിക്കബിൾ ആവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻകംസ്. ഫസ്റ്റ് പറയുന്നതാണ് സാലറി. അതായത് സാലറി കിട്ടുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ കേസില്ലേ, സാലറി കിട്ടുമ്പോൾ എംപ്ലോയിക്ക് സാലറി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ TDS ആദ്യം അങ്ങ് പിടിക്കും, എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് സാലറി ആയിട്ട് കൊടുക്കും. അതാണ് സാലറി. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ്, അത് അങ്ങനെ ഒരുപാട്, ഇതിൽ ഏകദേശം 12 കേസ് ഉണ്ട്. ഈ 12 കേസ് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നതാണ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറി. ഇത് SC ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കാം. ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറി, സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ പേഴ്സൺ ലയബിൾ ഫോർ TDS. ആരൊക്കെയാണ് TDSന് ലയബിൾ ആയിട്ടുള്ളത്? ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് സാലറി ടു ഹിസ് എംപ്ലോയി ഡിഡക്റ്റ് ഇൻകം ടാക്സ് ദർ ഫ്രം അറ്റ് ദ റേറ്റ് ഇൻ ഫോഴ്സ്. ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് സാലറി ടു ഹിസ് എംപ്ലോയിക്ക് ആരാണോ സാലറി കൊടുക്കുന്നത് ആ വ്യക്തിയായിരിക്കും എന്തിന്, നമ്മുടെ ഈ ഒരു ഡിഡക്റ്റ് ഇൻകം ടാക്സ് ദർ ഫ്രം അറ്റ്, അതായത് അതിൽ നിന്ന് എടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരായിരിക്കും, എംപ്ലോയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് സാലറി ടു ഹിസ് എംപ്ലോയി ഡിഡക്റ്റ് ഇൻകം ടാക്സ് ദർ ഫ്രം അറ്റ് റേറ്റ് ഇൻ ഫോഴ്സ്. ഓക്കെ, പിന്നെ കണ്ടീഷൻ ഫോർ TDS. The tax can be deducted at the source only when the employee's anticipated salary exceeds the minimum taxable limit. അതായത്
ടാക്സബിൾ ലിമിറ്റിനേക്കാൾ കൂടുതലാണ് അവരുടെ ആൻറ്റിസിപ്പേറ്റഡ് സാലറി, എംപ്ലോയിയുടെ ആൻറ്റിസിപ്പേറ്റഡ് സാലറിയിൽ ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനൊരു TDS നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിഡക്റ്റ് ചെയ്യേണ്ടി വരിക. അതല്ല അതിൽ ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന സാലറി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ കൂടുതലാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ടൈം ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ്, അതായത് നമ്മൾ ഈ ഒരു TDS എടുക്കേണ്ട ആ ഒരു സമയം എന്ന് പറയുന്നത് ഒന്നൊക്കെ ടാക്സ് ഈസ് ടു ബി ഡിഡക്റ്റഡ് എയ്തർ അറ്റ് ദി ടൈം ഓഫ് പേയ്മെൻറ്റ്, ഒന്നൊക്കെ ടാക്സ് അടയ്ക്കുന്ന ആ ഒരു സമയം, ടാക്സ് പേയ്മെൻറ്റിൻ്റെ ആ ഒരു സമയം അറ്റ് ദി ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ അറ്റ് ദി ടൈം ഓഫ് ക്രെഡിറ്റ് ടു ദ അക്കൗണ്ട് ഓഫ് പേ വിച്ച് എവർ ഈസ് ലെസ്, അതായത് നമ്മുടെ അതായത് പേയുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്ന സമയം, മൊത്തത്തിലുള്ള എമൗണ്ട് ക്രെഡിറ്റ് ആവുന്ന സമയമാണോ അതോ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന സമയമാണോ, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത്, ഇതിലേത് വേണമെങ്കിലും ആദ്യം സംഭവിക്കാം, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോഴാണ് TDS ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ദ റെമിറ്റൻസ് ഓഫ് TDS. റെമിറ്റൻസ് ഓഫ് TDS എന്ന് പറയുമ്പോൾ വേർ ദ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ദ എമൗണ്ട് ഷാൾ ബി പെയ്ഡ് ടു ദ ട്രഷറി ബൈ ദ റെസ്പോൺസിബിൾ ഓഫീസർ ഫോർ TDS. അതായത് നമ്മളിങ്ങനെ ഒരു ഡിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ദ എമൗണ്ട് ഷാൾ ബി പെയ്ഡ് ടു ദ ട്രഷറി ബൈ ദ റെസ്പോൺസിബിൾ ഓഫീസർ ഫോർ TDSന് ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അവർ എന്ത് ചെയ്യണം, ആ എമൗണ്ട് പേ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഫില്ലിംഗ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്, ദ എംപ്ലോയർ ഷുഡ് ഫയൽ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രം സാലറി. അതായത് ഈ TDSുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് സാലറിന്ന് TDSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെൻറ്റ് 3 മാസം ദ എംപ്ലോയർ ഷുഡ് ഫയൽ 3 ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രം സാലറി. 3 മാസത്തെ ആവുമ്പോൾ അത് ഫയൽ ചെയ്യണം, ആ ഒരു ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതാണ് എന്ത് പറയുന്നത്, ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറി എന്ന് പറയുന്നത്. അതായത് എംപ്ലോയർ ആയിരിക്കും അതിൽ നിന്ന് എന്തെടുക്കുന്നുണ്ടായിരിക്കുക, അങ്ങനെ TDS ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ. അതും എങ്ങനെയായിരിക്കണം, ആൻറ്റിസിപ്പേറ്റഡ് സാലറി എക്സീഡ്സ് ദ മിനിമം ടാക്സബിൾ ലിമിറ്റ്, അതായത് ആ എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത് മിനിമം ടാക്സബിൾ ലിമിറ്റിനേക്കാളും കൂടുതലായിരിക്കണം, എക്സീഡ്സ് ദ മിനിമം ടാക്സബിൾ ലിമിറ്റ്. ഓക്കെ. അതുപോലെ തന്നെ അത് അടയ്ക്കേണ്ട ആ ഒരു എമൗണ്ട്, അതായത് TDS ചെയ്യേണ്ട ആ ഒരു സമയം എന്ന് പറയുന്നത് ടാക്സ് ഈസ് ടു ബി ഡിഡക്റ്റഡ് എയ്തർ അറ്റ് ദി ടൈം ഓഫ് പേയ്മെൻറ്റ്, അതായത് ടാക്സ് അടയ്ക്കുന്ന സമയമാണോ അതോ നമ്മുടെ ക്രെഡിറ്റ് ടു ദ അക്കൗണ്ട് ഓഫ് പെയ്ഡ്, അതായത് ഇപ്പോൾ എംപ്ലോയിയുടെ കേസാണെങ്കിൽ എംപ്ലോയിയുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ക്രെഡിറ്റ് ആവുന്ന സമയമാണ്, ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോഴായിരിക്കണം TDS ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ 3 മാസത്തിൽ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. ആരെടുക്കേണ്ടത്, നമ്മുടെ എംപ്ലോയർ ആയിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ വേർ ദ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ദ എമൗണ്ട് ഷാൾ ബി പെയ്ഡ് ടു ദ ട്രഷറി റെസ്പോൺസിബിൾ ഓഫീസർ ഫോർ TDS. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം സാലറിയുടെ കേസിൽ പറയാനുള്ളത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് TDS ഓൺ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുമല്ലോ. ഓക്കെ. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് TDS എടുക്കാമെന്നാണ് പറയുന്നത്. അതായത് സെക്യൂരിറ്റീസിന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ ആ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ ഇൻട്രസ്റ്റ് എമൗണ്ടിൽ നിന്ന് നമുക്ക് TDS എടുക്കാമെന്നാണ് പറയുന്നത്, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. അതാണ് TDS ഓൺ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. പേഴ്സൺ ലയബിൾ ഫോർ TDS, the person responsible for paying interest on securities is required to deduct tax from such interest at the rate in force. അതായത് ആരാണോ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് പേ ചെയ്യുന്നത് ആ വ്യക്തിയായിരിക്കണം എന്ത് ചെയ്യുന്നത്, TDS ചെയ്യാൻ റെസ്പോൺസിബിൾ ആയത്. പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഈസ് റിക്വയർഡ് ടു ഡിഡക്റ്റ് ടാക്സ് ഫ്രം സച്ച് ഇൻട്രസ്റ്റ് അറ്റ് ദി റേറ്റ് ഇൻ ഫോഴ്സ്. ഓക്കെ. അതായത് ആ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിന് ആ ഇൻട്രസ്റ്റ് എമൗണ്ട് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, TDS ഡിഡക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ടൈം ഫോർ ഡിഡക്റ്റിംഗ് ടാക്സ്, ദ ടാക്സ് ഈസ് ഡിഡക്റ്റഡ് എയ്തർ അറ്റ് ദി ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ അറ്റ് ദി ടൈം ഓഫ് ക്രെഡിറ്റ് ഓഫ് ദി ഇൻട്രസ്റ്റ് ടു ദി അക്കൗണ്ട് ഓഫ് പേ. അതായത് നമ്മൾ ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്യേണ്ട ആ സമയം, TDS ഡിഡക്റ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന സമയം, അതാണ് അറ്റ് ദി ടൈം ഓഫ് പേയ്മെൻറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഓഫ് ദി ഇൻട്രസ്റ്റ് ടു ദി അക്കൗണ്ട് ഓഫ് പേ, അതായത് പേയുടെ അക്കൗണ്ടിലോട്ട് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവുന്ന സമയം ഉണ്ടല്ലോ, ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോഴായിരിക്കണം നമ്മൾ എന്തെടുക്കേണ്ടത്, TDS അതിൽ നിന്ന് എടുക്കേണ്ടത്. ദ ടാക്സ് ഈസ് ടു ബി ഡിഡക്റ്റഡ് എയ്തർ അറ്റ് ദി ടൈം ഓഫ് പേയ്മെൻറ്റ് ഓർ അറ്റ് ദി ടൈം ഓഫ് ക്രെഡിറ്റ് ഓഫ് ദി ഇൻട്രസ്റ്റ് ടു ദി അക്കൗണ്ട് ഓഫ് പേ വിച്ച് എവർ ഈസ് ഏർലിയർ, മുന്നേ നടക്കുന്നത്. ഓക്കെ. പിന്നെ റേറ്റ് ഓഫ് TDS എന്ന് പറയുന്നത് 10% ആണ്. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് നമ്മൾ 1 lakh ആണ്
ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% ആണ് നമ്മൾ TDS ആയിട്ട് എടുക്കുന്നത്. ഈ 1 lakh ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. പിന്നെ എക്സംഷൻസ് ഓഫ് TDS എന്ന് പറയുമ്പോൾ NSCCന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ അടയ്ക്കേണ്ട, TDS എടുക്കത്തില്ല. അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ് ബോണ്ട്, ഡിബെഞ്ചർ ഇഷ്യൂഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, എനി സെക്യൂരിറ്റി ഓഫ് ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇതൊക്കെ എക്സംഷൻ TDSൽ നിന്നും എക്സംപ്റ്റഡ് ആയുള്ള സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് TDS ഓൺ ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സെക്യൂരിറ്റീൻ്റെ കേസിലുള്ള ഇൻട്രസ്റ്റ് കിട്ടുമ്പോഴാണ്. ഇനി അതല്ല, സെക്യൂരിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ല, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എമൗണ്ട് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ നോക്കാം. ഓക്കെ, TDS ഓൺ ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഓക്കെ, പേഴ്സൺ ലയബിൾ ഫോർ ടാക്സബിൾ TDSന് ലയബിളായുള്ള പേഴ്സൺ എന്ന് പറയുന്നത് എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി ഇൻട്രസ്റ്റ് ഈസ് റിക്വയർഡ് ടു ഡിഡക്റ്റ് ഇൻകം ടാക്സ് ദർ ഓൺ അറ്റ് ദ റേറ്റ് ഓഫ് ഇൻഫോഴ്സ് ഡ്യൂറിങ് ദി ഇയർ. ഏതൊരു വ്യക്തിയും എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി ഇൻട്രസ്റ്റ് ഈസ് റിക്വയർഡ് ടു ഡിഡക്റ്റ് ഇൻകം ടാക്സ് ദർ ഓൺ അറ്റ് ദ റേറ്റ് ഓഫ്, ഇവിടെ അതായത് ഏതൊരു വ്യക്തിയും ഇത്തരത്തിലുള്ള TDSന് ഇതാക്കുക. കാരണം ഇവിടുന്നേലും ഇൻട്രസ്റ്റ് നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനേക്കാൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ കണ്ടീഷൻ ഫോർ ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ ടാക്സ് ഈസ് റിക്വയർഡ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഇഫ് 2 കണ്ടീഷൻ ആർ സാറ്റിസ്ഫൈഡ്. ദ പേ ഷുഡ് ബി റെസിഡൻറ്റ്, ആ വ്യക്തി എന്ന് പറയുന്നത്, അതായത് അങ്ങനെ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഈ സെക്യൂരിറ്റീസ് എന്നല്ലാണ്ട് ഇൻട്രസ്റ്റ് മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ TDS അവരവിടെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് അവിടെ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫസ്റ്റത്തെ കണ്ടീഷനാണ് എന്ത്, പേ എന്ന് പറയുന്നത് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ദ പേ ഷുഡ് ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, അവർ ഒരു റെസിഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ദ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ ഡ്യൂറിങ് ദി ഫിനാൻഷ്യൽ ഇയർ എക്സീഡ്സ് ₹14,000 where the payer is banking company or a cooperative society or any deposit with the post office under any scheme notified by the central government or ₹5,000 in any other case. അതായത് ബാങ്കിങ് കമ്പനിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റ് എന്നൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, 40,000 രൂപയിൽ കൂടുതലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മാത്രം എന്തെടുത്താൽ മതി, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം TDS എടുത്താൽ മതി. 40,000 രൂപയിൽ കുറവാണെന്നുണ്ടെങ്കിൽ എന്തെടുക്കേണ്ട ആവശ്യമില്ല, TDS എടുക്കേണ്ട ആവശ്യമില്ല. അത് ശ്രദ്ധിക്കണം. ബാങ്കിങ് കമ്പനിയോ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ മാത്രം. ഓക്കെ, ദ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ഡ്യൂറിങ് ദി ഫിനാൻഷ്യൽ ഇയർ എക്സീഡ്സ് ₹40,000 വേർ ദി പെയർ ഈസ് എ ബാങ്കിങ് കമ്പനി ഓർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എനി ഡെപ്പോസിറ്റ്. അതായത് എൻ്റെ കുറച്ച് പൈസ എവിടെയുണ്ട്, ഏതോ ഒരു ബാങ്കിൽ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിലോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കതിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 50,000 രൂപ എനിക്ക് അവർ കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുക. 50,000 രൂപ. അപ്പോൾ 50,000 രൂപ എനിക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്, അവർ ഇൻട്രസ്റ്റ് എനിക്ക് എല്ലാ വർഷവും തരുന്നുണ്ട്. അങ്ങനത്തെ ഒരു കേസിൽ ഞാൻ എന്തടയ്ക്കണം, എന്തടയ്ക്കണം എന്നല്ല, അവർ എൻ്റെ കയ്യിൽ നിന്ന് TDS ഓൾറെഡി എടുക്കും. ആ ഒരു ടാക്സ് അവർ എടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും അവരെനിക്ക് തരുന്നുണ്ടായിരിക്കുക. ഓക്കെ, എങ്ങനെയാണെങ്കിലും ബാങ്കിങ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ലെങ്കിൽ ആണെങ്കിൽ, അതല്ല എനിക്കൊരു 30,000 രൂപയാണ് അവർ ഇൻട്രസ്റ്റ് തരുന്നത് ഒരു വർഷത്തിൽ എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു കേസിൽ അവർ TDS എടുക്കില്ല. കാരണം എന്താ, അവിടെ 40,000 രൂപയിൽ കുറവല്ലേ. 40,000 രൂപയിൽ കൂടുതലാണെങ്കിൽ അവർ TDS ഓൾറെഡി പിടിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എനിക്ക് തരിക. ഇതിപ്പോൾ 30,000 എന്ന് പറയുന്നത് 40,000-നേക്കാളും കുറവാണ്. സോ അവർ TDS എടുക്കാതെ 30,000 രൂപേനെ എനിക്ക് തരും. ഓക്കെ, അത് എവിടെയായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഒന്നുകിൽ ഒരു ബാങ്കിങ് കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസിലോ ആയിരിക്കണം എന്നാൽ മാത്രം. ഓക്കെ, under any scheme notified by the central government and ₹5,000 in any other case. അതായത് ഈ പറഞ്ഞ 3 സ്ഥലത്തും അല്ല, വേറെ എവിടെയെങ്കിലുമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എനിക്കൊരു 10,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 10,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ഞാൻ അവർ എനിക്ക് ആ 10,000 രൂപ ഇൻട്രസ്റ്റ് തരുമ്പോൾ തന്നെ അവർ ഓൾറെഡി എന്തെടുത്തിട്ടുണ്ടായിരിക്കും, TDS എടുത്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും എനിക്ക് തരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി അതർ കേസ് ആണെങ്കിൽ ഇവിടെ 5,000 ആണ് പറയുന്നത്. ഓക്കെ, ഇവിടെ 40,000 എന്നുള്ളത് ഇവിടെ എന്തായിരിക്കും, 5,000 ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ടൈം ടു ഡിഡക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ടു ബി ഡിഡക്റ്റ് either at the time of payment അല്ലെങ്കിൽ at the time of credit to the account of pay. ഒന്നുകിൽ ടാക്സ് അടയ്ക്കുന്ന സമയം, അല്ലാന്നുണ്ടെങ്കിൽ പേയുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്ന സമയം. ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത്. ഓക്കെ,
പിന്നെ എക്സംഷൻസ് ഓഫ് ടി ഡി എസ് എന്ന് പറയുന്നത് ടി ഡി എസ് ഷാൾ നോട്ട് ബി ആപ്ലിക്കബിൾ ടു ദ ഫോളോയിങ് ഇൻട്രസ്റ്റ്. ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഒന്നും ടി ഡി എസ് എന്തല്ല ആപ്ലിക്കബിൾ അല്ല. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ എ ഫേം ടു ഇറ്റ്സ് പാർട്ട്നേഴ്സ്, അതായത് ഒരു ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പേ ചെയ്യുകയാണെങ്കിൽ അത്. പിന്നെ ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ഹോളി എക്സംപ്റ്റ്. പിന്നെ ഇനി സെക്യൂരിറ്റി ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ എ സ്റ്റേറ്റ് ഗവൺമെൻറ്. പിന്നെ റേറ്റ് ഓഫ് ടി ഡി എസ് എന്ന് പറഞ്ഞാൽ 10% ആയിരിക്കും. 10% ആണ് ടി ഡി എസ് പറയുന്നത്. ഈ 10% താഴെ കൊടുത്തുന്നത് ആദ്യം കൊടുക്കേണ്ട സാധനം. റേറ്റ് ഓഫ് ടി ഡി എസ് എന്ന് പറയുന്നത് 10% ആണ് കേട്ടോ, മറന്നു പോകരുത്. പ്രോബ്ലം ഒന്നും ചെയ്യേണ്ടാവില്ല, എന്നാലും എസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ടി ഡി എസ് ഓൺ പേയ്മെൻറ്റ് ഓൺ വിന്നിങ് ഫ്രം ലോട്ടറി ഓർ ക്രോസ് വേർഡ് പസിൽസ്. അതായത് ക്രോസ് വേർഡ് പസിൽസോ അല്ലെങ്കിൽ ലോട്ടറി ഒക്കെ അടിച്ചിട്ട് നമുക്ക് എമൗണ്ട് കിട്ടുകയാണ്. അപ്പോൾ നമ്മൾക്ക് എമൗണ്ട് കിട്ടുമ്പോൾ നമ്മളിപ്പോൾ ലോട്ടറിയുടെ കേസൊക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്. കാരണം നമ്മൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ടി ഡി എസ് എടുത്തിട്ടുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും അവർ നമുക്ക് തരുന്നുണ്ടായിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. പേഴ്സൺ ലൈബിൾ ഫോർ ടി ഡി എസ് എന്ന് പറയുമ്പോൾ എനി പേഴ്സൺ ലൈബിൾ ഫോർ പേയിങ് ഇൻകം ബൈ വേ വിന്നിങ് ഫ്രം ലോട്ടറി ഓർ ക്രോസ് വേർഡ് പസിൽ ടു any person is required to deduct a tax at the rate force and pay it to credit of the central government. Okay, condition for TDS എന്ന് പറയുമ്പോൾ no tax is to be deducted in respect of winning from lottery, crossword puzzle where the amount received from such winning does not exceed ₹10,000 in year. അതായത് 10,000 രൂപയിൽ കൂടാൻ പാടില്ല. അതിൽ കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് പറയുന്നത് ടി ഡി എസ് അവരെടുക്കുക. അതല്ല 10,000 രൂപയിൽ കുറവാണ് നമ്മൾ ലോട്ടറി അടിച്ചത്, അതുപോലെ തന്നെ ക്രോസ് വേർഡ് പസിൽസൊക്കെ കളിച്ചിട്ട് എമൗണ്ട് നമുക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ അവർ ടി ഡി എസ് ഒന്നും എടുക്കില്ല. പക്ഷേ 10,000 രൂപയിൽ കൂടിക്കഴിഞ്ഞാൽ അവർ ടി ഡി എസ് എടുത്തിട്ടായിരിക്കും ബാക്കി എമൗണ്ട് ആയിരിക്കും നമുക്ക് തരുന്നുണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറി ആൻഡ് ക്രോസ് വേർഡ് പസിൽസ് ഈസ് 30%. അതായത് 30,000 രൂപയാണ് എനിക്ക് ലോട്ടറി അടിച്ചത് എന്നുണ്ടെങ്കിൽ 30,000 രൂപയുടെ 30% ടി ഡി എസ് അവരെടുത്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും എനിക്ക് അവർ എന്ത് തരുന്നുണ്ടായിരിക്കുക. അതായത് 30,000-ൻ്റെ 30% എന്ന് പറയുമ്പോൾ 9,000 അല്ലേ? എങ്ങനെയാണെങ്കിലും അപ്പോൾ 30,000 രൂപ നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ 30,000-ൻ്റെ 30% അവരെന്തെടുക്കും, ടി ഡി എസ് ആയിട്ട് എടുക്കും. എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും അവർ നമുക്ക് തരുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് 6-ാമത്തെയാണ് ടി ഡി എസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് എന്ന് പറയുന്നത്. പേഴ്സൺ ലൈബിൾ ഫോർ ടി ഡി എസ് ടാക്സ് വിൽ ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ബൈ റേസ് ക്ലബ് വിന്നിങ് ഫ്രം ഹോഴ്സ് റേസസ്. അതായത് ഹോഴ്സ് റേസിൽ ആരാണോ ജയിച്ചിട്ടുള്ളത് അവരായിരിക്കും ഈ ഒരു ടി ഡി എസിന് ലൈബിൾ ആയിട്ടുണ്ടായിരിക്കുക. കണ്ടീഷൻ ഫോർ ടി ഡി എസ് എന്ന് പറയുമ്പോൾ നോ ടാക്സ് ഈസ് ടു ബി ഡിഡക്റ്റ് വേർ ദി എമൗണ്ട് റിസീവ്സ് ഡസ് നോട്ട് എക്സീഡ് ₹10,000 ഇൻ ഇയർ. 10,000 രൂപ ഒരു വർഷത്തിലാണ് കേട്ടോ. 10,000 രൂപ ഒരു വർഷത്തിൽ കൂടാൻ പാടില്ല. അതിൽ കൂടിക്കഴിഞ്ഞാൽ എന്തടക്കേണ്ടി വരും, ടി ഡി എസ് അടക്കേണ്ടി വരും. റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 30% ആണ്. ഓക്കെ, അതാണത് പറയുന്നത്. പിന്നെ 7-ാമത്തെ പറയുന്നതാണ് ടി ഡി എസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് കമ്മീഷൻ. ഇൻഷുറൻസ് കമ്മീഷനും വല്ലതും നമ്മൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ ലൈബിൾ ഫോർ ടി ഡി എസ് എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് ഇൻകം ബൈ വേ ഓഫ് ഇൻഷുറൻസ് കമ്മീഷൻ വിൽ ബി റിക്വയർഡ് ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ്. അങ്ങനെ ഇൻഷുറൻസ് കമ്മീഷൻ വല്ലതും പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടി ഡി എസ് നമുക്കത് ഡിഡക്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, കണ്ടീഷൻ എന്ന് പറയുന്നത് ടാക്സ് ഷാൾ നോട്ട് ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഇഫ് സച്ച് ഇൻകം ഡസ് നോട്ട് എക്സീഡ് 15,000 ഇൻ ഫിനാൻഷ്യൽ ഇയർ. 15,000 രൂപയിൽ കൂടുതലാണെങ്കിലാണ് ഇങ്ങനൊരു വരുന്നത്. ടാക്സ് ഷാൾ നോട്ട് ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഇഫ് സച്ച് ഇൻകം ഡസ് നോട്ട് എക്സീഡ് 15,000 ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ. റേറ്റ് ഓഫ് ടാക്സ് ഇൻ കേസ് ഓഫ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 10%, അതല്ല മറ്റുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5% ആണ്. ഇൻ അതർ കേസ് 5%. ഓക്കെ, പിന്നെ ടി ഡി എസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് അണ്ടർ ലൈഫ് ഇൻഷുറൻസ് പോളിസി. അതായത് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുമല്ലോ. അപ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസി അത് ഒന്നുകിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആ എമൗണ്ട് ആ വ്യക്തിക്ക് തിരികെ നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പം അങ്ങനെ കൊടുക്കുന്ന കേസിൽ അങ്ങനെ എമൗണ്ട് കൊടുക്കുമ്പോൾ പേഴ്സൺ ലൈബിൾ ഫോർ ടി ഡി എസ് എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി സം അണ്ടർ ലൈഫ് ഇൻഷുറൻസ് ഷാൾ ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ്. അതായത് നമ്മളിപ്പോൾ ഞാൻ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തു. അങ്ങനെ എനിക്ക് ഒരു 10-60 വയസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ഇൻഷുറൻസ് പോളിസി കാലാവധി കഴിഞ്ഞു, എനിക്ക് അത് ആ എമൗണ്ട് കിട്ടുകയാണ്. ഓക്കെ, അങ്ങനെ കിട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ടി ഡി എസ് ഓൾറെഡി ഇൻഷുറൻസ് കമ്പനി എടുക്കും.
ഓക്കെ, എന്നിട്ടായിരിക്കും ബാക്കി വരുന്ന എമൗണ്ട് ആയിരിക്കും എനിക്ക് അവർ തരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ ഫോർ TDS ഷാൾ ബി ഡിഡക്റ്റഡ് എന്ന് പറയുമ്പോൾ സച്ച് ഇൻകം എക്സീഡ് ₹1,00,000. 1,00,000 രൂപയിൽ കൂടുതലാണ് അവർ എനിക്ക് തരുന്നതെന്നുണ്ടെങ്കിലാണ് TDS അവിടെ എന്താവത്തുള്ളൂ, പറ്റത്തുള്ളൂ. അതെല്ലാം ഒരു 50,000 രൂപയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നടക്കില്ല, TDS ഡിഡക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതെല്ലാം 1,00,000 രൂപ അതിൽ കൂടുതലോ ആണെങ്കിലാണ് ഇങ്ങനെ TDS നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, സച്ച് ഇൻകം നോട്ട് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10D. പിന്നെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 5% ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് പേയ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡെപ്പോസിറ്റ് അണ്ടർ നാഷണൽ സേവിംഗ്. The person responsible for paying any amount deposited in National Savings Scheme, tax shall be deducted at source at 10%. അതായത് NSCയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് അവർ തിരികെ തരികയാണ്. അപ്പോൾ അങ്ങനത്തെ അതായത് ആ ഒരു ഡെപ്പോസിറ്റ് നമ്മൾ തിരികെ വാങ്ങിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തിരികെ വാങ്ങിക്കുമ്പോൾ അവർക്ക് ഒരു 10% TDS എടുക്കാമെന്നാണ് പറയുന്നത്. ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ നാഷണൽ സേവിംഗ് സ്കീം, tax shall be deducted at source at 10%. Okay. However, no such deduction shall be made where the amount payment is less than ₹2,500. അതായത് 2,500 അതിൽ കുറവോ ആണ് ഈ ഒരു NSCയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ നമുക്ക് തിരികെ തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ TDS 10% TDS ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം 2,500 രൂപയിൽ കൂടുതലാണെങ്കിലാണ് ഈ ഒരു TDS ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് TDS ഓൺ പേയ്മെൻറ്റ് ഓർ റെൻറ്റ്. അതായത് റെൻറ്റ് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ, ഈ റെൻറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു 1,000 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപയൊന്നും അല്ല കേട്ടോ, ഇത് വലിയ വലിയ റെൻറ്റ് എമൗണ്ടിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, എനി പേഴ്സൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി റെൻറ്റ് ഷാൾ ബി ഡിഡക്റ്റഡ് ടാക്സ് അറ്റ് സോഴ്സ് അറ്റ് ദി റേറ്റിംഗ് ഫോഴ്സ്. അതായത് റെൻറ്റ് നമ്മൾ പേ ചെയ്യുമ്പോൾ ആ പേ ചെയ്യുന്ന റെൻറ്റിൽ നിന്നും TDSൻ്റെ എമൗണ്ട് നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ അവർക്ക് റെൻറ്റ് എമൗണ്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ യൂസ് ഓഫ് മെഷീനറി 2%. അതായത് മെഷീനറിക്ക് വേണ്ടിയിട്ട് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2%, അതെല്ലാം വേറെ വല്ല അസറ്റും ആണെങ്കിൽ 10%. ഓക്കെ, TDS ഈസ് ആപ്ലിക്കബിൾ ഇഫ് സച്ച് പേയ്മെൻറ്റ് എക്സീഡ് ₹2,14,000. 2,40,000 രൂപയിൽ കൂടുതലാണ് നമ്മൾ റെൻറ്റ് എമൗണ്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലാണ് ഇങ്ങനൊരു TDSൻ്റെ കേസ് പറയുന്നത്. അതാണ് ഞാൻ ഈ വലിയ എമൗണ്ട് ആണെന്ന് പറഞ്ഞത്, അല്ലാണ്ട് 1,000 രൂപയും 2,000 രൂപയും ചെറിയ എമൗണ്ട് ആയിട്ടോ നിസ്സാരക്കാരിയായിട്ടോ ഇല്ല. 2,40,000 രൂപ അത് അത്യാവശ്യം വലിയ എമൗണ്ട് അല്ലേ. അത്തരത്തിലുള്ള റെൻറ്റ് എമൗണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പറയുന്നത് ഈ ഒരു TDS അവിടെ വരുന്നത്. ഓക്കെ, അതാണ് TDS ഓൺ പേയ്മെൻറ്റ് ഓൺ റെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ TDS ഓൺ പേയ്മെൻറ്റ് അണ്ടർ സ്പെസിഫൈഡ് അഗ്രിമെൻറ്റ്, TDS അറ്റ് ദി സോഴ്സ് അറ്റ് 10% ഈസ് ആപ്ലിക്കബിൾ വെൻ എ പേഴ്സൺ പേ ആ സം ബൈ വേ ഓഫ് കൺസിഡറേഷൻ അതർ ദാൻ കൈൻഡ് അണ്ടർ ആൻ എഗ്രിമെൻറ്റ് ടു ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇപ്പോൾ ഇത് വരെ പറഞ്ഞു TDS ഓൺ പേയ്മെൻറ്റ് ഓൺ റെൻറ്റ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിങ്ങൾ പഠിച്ച് വയ്ക്കുക. SC ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇവിടെ നിന്നായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് മെത്തേഡ്സ് ഓഫ് ഇൻകം ടാക്സ് കളക്ഷൻ. അപ്പോൾ അതിൽ നമുക്ക് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, അതായത് ആ ഒരു സോഴ്സിൽ നിന്ന് തന്നെ നമ്മൾ എന്തെടുക്കുകയാണ്, ഗവൺമെൻറ് ടാക്സ് എടുക്കുകയാണ്. എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ടാണ് നമ്മൾ SSക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടാക്സ് കളക്ഷൻ മെത്തേഡാണ്. അങ്ങനെയാകുമ്പോൾ ടാക്സ് അടയ്ക്കാതെ വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാം ഈ ഒരു TDS കൊണ്ട്. അതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ TDS കൺവീനിയൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഇൻകംസ് ആണിത്. സാലറീസ്, ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ്, ഇൻഷുറൻസ് കമ്മീഷൻ, പേയ്മെൻറ്റ് അണ്ടർ ലൈഫ് ഇൻഷുറൻസ് പോളിസി, പേയ്മെൻറ്റ് ഓഫ് NSS, പെയിൻ ടു കമ്മീഷൻ ഓർ ബ്രോക്കറേജ്, സ്പെസിഫൈഡ് അഗ്രിമെൻറ്റ്, ഇതൊക്കെ. അപ്പോൾ ഇതിലൊരു 10 നിങ്ങൾ കാണാണ്ട് തന്നെ പഠിക്കുക, മീൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഒരു essay ഒക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.